ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആസ് യൂഷ്വൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 17 റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. അപ്പോൾ ലാലേട്ടൻ എനിക്ക് തോന്നുന്നു എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കണ്ടത് ബിഗ് ബോസ് കണ്ടിട്ട് സ്ഥിരം റിവ്യൂ ഇടുന്ന ഒരു ഉമ്മയും മോനെയും അവരെയായിരുന്നു ഇന്നലെ ലാലേട്ടൻ എപ്പിസോഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ വീട്ടുകാരെ കുറിച്ചിട്ടും എല്ലാം പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്ന ടാസ്കിനെ കുറിച്ചിട്ടും എല്ലാം. അപ്പോൾ ഹൗസ് മേറ്റ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഉമ്മ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. കാരണം ആരും നന്നായിട്ടൊരു സീക്രട്ട് ടാസ്ക് കളിച്ചതായിരുന്നു, പക്ഷെ അത് ഷാനവാസ് വന്നിട്ട് ആ ടാസ്ക് മൊത്തത്തിൽ കൊടാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ലാലേട്ടൻ ആദ്യം തന്നെ പറഞ്ഞത് PR-ൻ്റെ വിഷയമാണ്. കാരണം ലാസ്റ്റ് വീക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡിസ്കഷൻ നടന്നിരുന്നത് PR-നെ കുറിച്ചിട്ടൊക്കെയാണ്. അത് വെറുതെ PR കൊടുത്തു, അങ്ങനെ ഒരു ടോക്ക് മാത്രമല്ല, ഇത്ര 16 ലക്ഷം കൊടുത്തു, ഇത്ര അഡ്വാൻസ് കൊടുത്തു, 16 ലക്ഷം കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, എമൗണ്ട് അനുസരിച്ചിട്ടാണ് അവർ ഓരോന്നും പറയുന്നത്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ പോലെ ഓഡിയൻസിനെ നന്നായിട്ട് മിസ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അതിനാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വോട്ടെല്ലാം വെറുതെ ആവും. ഈ PR വെച്ചിട്ട് ഇവർ എന്താ പറയുക, ജയിച്ചു പോവോ, അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഡൗട്ട്സൊക്കെ പ്രേക്ഷകരുടെ ഇടയിൽ വരാം. അപ്പോൾ എന്താണെങ്കിലും അതിനെക്കുറിച്ചിട്ട് ലാലേട്ടൻ നന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും PR ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഓപ്പണായിട്ട് എന്തിനാണ് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈവൻ അനീഷ് പറഞ്ഞിരുന്നു എനിക്ക് PR-നെ കുറിച്ചിട്ടൊന്നും അറിയില്ല എന്നൊക്കെ. പക്ഷേ അനീഷിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അനീഷ് പറഞ്ഞത് എല്ലാ സീസണും കണ്ടിട്ടുണ്ട്, ഇത്രയും നാൾ ഇതിനെ വെച്ച് പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് പോലും PR-നെ കുറിച്ചിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്ക് ശുദ്ധ നോണയെന്ന് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ എന്നാലും അനീഷ് പറഞ്ഞതും അറിയാം, പക്ഷേ ഇത്ര ഡീപ്പായിട്ട് അറിയില്ല എന്നുള്ളതാണ്. മേ ബി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. കാരണം ഇപ്പം എല്ലാവർക്കും ഇതിനെക്കുറിച്ചിട്ട് അങ്ങനെ അറിയണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും അതിനെക്കുറിച്ചിട്ടൊക്കെയാണ്. എന്തായാലും PR-നെ കുറിച്ചിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകാണ്ട് ഒരു ഇത് വെച്ചിട്ട് തന്നെ ലാലേട്ടൻ ആ ടോപ്പിക്ക് നിർത്തി. പിന്നെ മെയിനായി പറഞ്ഞത് ഷാനവാസിൻ്റെ എന്താ പറയുക, ആ ഒരു ബിഹേവിയറാണ് സീക്രട്ട് ടാസ്കിലുണ്ടായിരുന്നത്. കാരണം നന്നായിട്ട് വന്നിരുന്നൊരു ഗെയിം ഷാനവാസ് കാരണം ആകെ കൊളാക്കി എന്നുള്ളതാണ്. അത് ആ വീട്ടിലെല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ പറഞ്ഞിരുന്നു ഇനി എന്ത് വന്നാലും ഷാനവാസിന് ഒരു സീക്രട്ട് ടാസ്കും ഇനി ഒന്നും എന്ത് വിശ്വാസത്തിലാണ് ഏൽപ്പിക്കുക, അങ്ങനെ അക്ബറും എല്ലാം പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി ഒരു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഷാനവാസ് നന്നായിട്ട് ചെയ്യില്ല, കുളമാക്കും എന്ന് അക്ബറിന് അറിയാം. അതുകാരണം അക്ബർ വേണം വെച്ചിട്ട് ഷാനവാസിനെ ഏൽപ്പിച്ചതാണ് നിവിനെ ഏൽപ്പിക്കാതെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ലക്ഷ്മി, കാരണം അത്രയ്ക്കൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല അക്ബർ. ഷാനവാസ് അങ്ങനെ ആരോടും പറയില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അതിനെ ഇത്രയും ചിന്തിച്ചു കൂട്ടി ലക്ഷ്മി അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ നെവിനാണെങ്കിലും ചിലപ്പോൾ മേ ബി, കാരണം നെവിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഓവർ എക്സൈറ്റഡ് ആവുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഷാനവാസ് ഇങ്ങനെ ബുദ്ധിപൂർവ്വം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഷാനവാസും എന്താ പറയുക, പുള്ളിക്ക് ഇതുവരെ ഒരു ഗെയിമും ഒന്നും നേരെ മനസ്സിലായിട്ടുമില്ല. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സീക്രട്ട് ഒളിപ്പിച്ച് വയ്ക്കുക ഒന്നും പറ്റൂല. അപ്പോൾ എന്താണെങ്കിലും ഷാനവാസും ഫ്ലോപ്പായിരുന്നു ഈ ടാസ്കിൽ. അത് അവസാനം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് നല്ലൊരാളെയാണ് അവസാനം ഏൽപ്പിച്ചത്, അതിൽ നല്ലത് നെവിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും അതിനെക്കുറിച്ചിട്ട് ഡിസ്കഷൻസൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് കണ്ടിരുന്നത് എന്താ പറയുക, ഷാനവാസിൻ്റെ ബിഹേവിയറെ കുറിച്ചിട്ടായിരുന്നു. ആ വീട്ടിലുള്ള ലേഡി കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് അവരോടുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ. കാരണം എടി ബോഡി എന്നൊക്കെയാണ് കൂടുതൽ വിളിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് വാണിംഗ് ചെയ്തിട്ടുണ്ട് ഷാനവാസിനോട് ലാലേട്ടൻ. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നതിന് ശേഷം ഇപ്പോൾ വീട്ടുകാരെ ഞാൻ ചീത്ത വിളിക്കൽ നിർത്തി അങ്ങനെ പറയാറില്ല, അപ്പോൾ ഇനി മുതൽ ഇതും ശ്രദ്ധിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഷാനവാസിൽ ശ്രദ്ധിച്ചാൽ നന്നായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വോട്ടിങ്ങിന് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം പുള്ളി എന്താണെങ്കിലും ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ, കുറച്ച് വീക്സും കൂടിയുള്ളൂ. അപ്പം ആ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ഇപ്പം ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതും എല്ലാം ഒരാൾ ആതിരയും ഒരാൾ ഷാനവാസുമാണ്. ബാക്കി ആരും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പണ്ട് അക്ബറൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പം അക്ബറൊക്കെ ഒട്ടും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പണ്ടൊക്കെ ലാംഗ്വേജ് അത്രയും നന്നായിട്ട് മാറി, ആ ഒരു ബിഹേവിയറും ആ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞതിന് ശേഷം. അപ്പോൾ ഷാനവാസിന് സൂക്ഷിച്ചാൽ ഷാനവാസിന് നല്ലതെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് നല്ല പറഞ്ഞിരുന്നത്. പിന്നെ ടാസ്കിനെ കുറിച്ച്
പറഞ്ഞിരുന്നു PV ഡാൻസ് മാരത്തോൺ. അതെല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു എന്നൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞത്. പിന്നെ അതിനെക്കുറിച്ചിട്ടെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോലെ നമ്മുടെ എവിക്ഷൻ്റെ പ്രോസസ്സാണ്. എവിക്ഷൻ അവസാനം ഷാനവാസും അനീഷും സേവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരെ കുറിച്ചിട്ടും ഇന്നായിരിക്കും പറയും എവിക്ഷനെ കുറിച്ചിട്ട്. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കറിയാം ആരൊക്കെയാണ് എലിമിനേറ്റ് ആവുക, ആരൊക്കെയാണ് നിൽക്കുക എന്നുള്ളത്. അപ്പം യൂട്യൂബിൽ പല വീഡിയോസിലും കണ്ടതും ബിന്നിയാണ് ഔട്ടാവുന്ന ഒരാൾ എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വീക്ക് സിംഗിൾ എവിക്ഷൻ ഉള്ളൂ, ഡബിൾ എവിക്ഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയില്ല വിചാരിച്ച ആരും ഔട്ടാവും, എന്നാലും ബിന്നിയാണ് ഔട്ടാവുന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പം ഇതാണ് എൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.